ദർശന ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സഫലമി യാത്ര എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാനിന്ന് ഷാർജയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ് സജ്ജ ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. കാരണം ഇവിടെ ഒരുപാട് ലേബേഴ്സ് ക്യാമ്പൊക്കെ ഉണ്ട്. ഇവിടെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒട്ടനവധി രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഒരുമിച്ച് അധിവസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അത് UAE ഒരു മാത്രം പ്രത്യേകതയാണ്. 200-ൽ പരം രാജ്യങ്ങളിലുള്ളവർ ഒരുമിച്ച് കൂടുന്ന ഒരു ഹബ്ബ്. അതിൽ ഷാർജയിലെ ഈ സജ്ജ ഇൻഡസ്ട്രിയൽ ഏരിയാസ്, എനിക്ക് തോന്നുന്നു ഷാർജയിലെ ഏറ്റവും വളരെ പുതിയൊരു ഇൻഡസ്ട്രിയൽ ഹബ്ബാണ് സജ്ജ എന്ന് പറയുന്നത്. ഇവിടെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ട്രേഡിംഗ് രംഗത്ത് വളരെ പ്രശസ്തമായി നിൽക്കുന്ന ഒരു ഷോപ്പാണ്. റുക്കുൻ അൽ സജ്ജ ട്രേഡിംഗ് എന്ന സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ അബ്ദുൽ സമദാണ് ഇന്ന് ഞങ്ങളുടെ അതിഥി. അദ്ദേഹം കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ എന്ന ഗ്രാമത്തിൽ നിന്നും ഏതാണ്ട് 35 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ജീവിതം ആരംഭിച്ചതാണ്. ഒരുപാട് ജീവിത അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെയിലുണ്ട്. കാരണം ഏതൊരു പ്രവാസിയുടെയും ജീവിത വിജയത്തിൻ്റെ പിന്നിൽ അനുഭവങ്ങളുടെ, പ്രതിസന്ധികളെ തരണം ചെയ്തതിൻ്റെ, കണ്ണുനീരിൻ്റെ ഒരു കഥയുണ്ട്. ആ കഥയാണ് ഇന്നത്തെ സഫലമി യാത്രയിൽ. അതിനു മുമ്പ് ശ്രീ അബ്ദുൽ സമദിനെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 1982 ജൂൺ 14-ാം തീയതിയാണ് ആദ്യമായിട്ട് പ്രവാസ ജീവിതം ആരംഭിക്കുന്നത്. ആ ദിവസവും ആ വർഷവും മറന്നിട്ടില്ല. അത്രയും ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവായ ദിവസമാണ് ജൂൺ 12. 35 വർഷം എന്നൊരു കണ്ണടച്ച് തുറക്കും പോലെയായിരുന്നു. തീർച്ചയായിട്ടും വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പോയത്. നമുക്ക് ചെറുവത്തൂരിലേക്ക് തന്നെ പോകാം. ചെറുവത്തൂർ എന്ന് പറയുന്നത് സപ്തഭാഷാ സംഗമത്തിന്റെ ജില്ലയാണ് കാസർഗോഡ്. കാസർഗോഡിന്റെ എല്ലാവിധ നന്മകളും അടങ്ങിയ ഒരു ഗ്രാമമാണ് ചെറുവത്തൂർ. പിതാവിന് എന്ത് ജോലിയാണ്? എൻ്റെ പിതാവ് ആദ്യം നാട്ടിൽ തന്നെയായിരുന്നു. പിതാവ് മരിച്ചിട്ട് ഏകദേശം 40 വർഷമായി. 40 വർഷമായി. ഒരു പക്ഷേ ഗൾഫിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ പിതാവ് മരിച്ചിരുന്നു. എത്രാമത്തെ മകനായിരുന്നു? ഞാൻ 5ാമത്തെ മകനാണ്. മൊത്തം കുടുംബത്തിൽ 8 പേരുണ്ട്. 4 പെണ്ണും 4 ആണുമാണ്. എൻ്റെ നാട് നീലേശ്വരമാണ്. ശരിക്കും നീലേശ്വരം പള്ളിക്കര. ഇപ്പൊ ചെറുവത്തൂർ സെറ്റിൽ ആയത്. അത് ഞാൻ കല്യാണം കഴിച്ചത് കൈതക്കാട് പയ്യങ്കി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചെറുവത്തൂരിനടുത്തുള്ള കൈതക്കാട് പയ്യങ്കി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടെ വീട് വെച്ച് ഇപ്പോൾ അവിടെ താമസാക്കിയതാണ്. ഞാനിവിടെ വന്നു ഏകദേശം 1988 ജൂൺ 14 ഇവിടെ എത്തി. ആദ്യം ബോംബെയിലായിരുന്നു. കുറച്ച് നാൾ ബോംബെയിലുണ്ടായിരുന്നു. ഞാൻ 14-ാം വയസ്സിൽ ഞാൻ നാട് വിട്ടു. ബാപ്പ മരിച്ചപ്പോൾ 14-ാം വയസ്സിൽ നാട് വിട്ടു. 4 വർഷം അവിടെ എന്തായിരുന്നു ജോലി? കൺസ്ട്രക്ഷൻ വർക്കിൽ ക്യാൻറ്റീൻ ഇതൊക്കെ ആക്കിയിട്ടുള്ള കച്ചവടം ഒക്കെ ചെയ്ത് ഞാനും എൻ്റെ 2 അനുജന്മാർ ഉണ്ടായിരുന്നു. രണ്ടാമത് അനുജന്മാർ വന്ന ഉടനെ ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്നു. പിന്നെ അനുജന്മാർ എത്തിച്ചതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഒരു പക്ഷേ ആ ബോംബെയിലെ ജീവിതമാണ് ഈ UAE വന്നപ്പോഴും നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കി തന്നത്. തീർച്ചയായിട്ടും അതെ. ഒരുപാട് ഒരുപാട് അവിടെയും കഷ്ടപ്പെട്ടു. ഇവിടെ എത്തിയതിനു ശേഷം കുറെ കഷ്ടപ്പെട്ടു. അല്ലെന്നൊക്കെ കുറെ കഷ്ടപ്പെട്ടിരുന്നു. അല്ലയിലായിരുന്നു. അല്ല, ഞാൻ വന്നിറങ്ങിയ ദുബൈയിൽ വന്നിറങ്ങി. എൻ്റെ മൂത്ത സഹോദരി ഭർത്താവ് അല്ലയിലായിരുന്നു. അദ്ദേഹം വന്ന് എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹത്തിന് ഇതുപോലെ ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു. അവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞ് ഞാൻ അവിടെ നിന്നു. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സ്വന്തമായിട്ട് നോക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നു. വീണ്ടും ഷാർജയിൽ കുബൈബ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നു. കുബൈബയിൽ വന്നിട്ട് അവിടെ ഒരാളെ ഗ്രോസറിയിൽ ജോലിക്ക് തന്നു. 6 മാസം 8 മാസം കഴിയുമ്പോൾ പിന്നെ അവിടെ നിന്ന് ഗ്രോസറിക്കാരൻ ഓണറും ഞാനും കൂടി ദുബായിലൊരു സ്ഥാപനം ഉണ്ടാക്കി. 2 പേരും പാർട്ട്ണർഷിപ്പിൽ ബാർ ദുബായിൽ. ഇപ്പം ഇന്നത്തെ സെഞ്ചുറി ട്രേഡിങ് ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കി അവിടെ ചെറിയ രീതിയിൽ. ആ കാലത്ത് ആദ്യത്തെ അതായിരുന്നു. 1986 ചെറിയൊരു റെസ്റ്റോറൻറ്റ്, മലയാളി ഫുഡ്. അപ്പം ബാർ ദുബൈയിലുള്ള ഹോൾസെയിൽ ബസാറിൻ്റെ അടുത്ത് മീന ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉണ്ടാക്കിയത്. അത് പിന്നെ 1.5 വർഷം ഉണ്ടായിരുന്നു. അതിനുശേഷം അത് വിറ്റ് വീണ്ടും സെഞ്ചുറി ട്രേഡിങ്ങുകാർക്കാണ് അത് വിറ്റത്. ട്രേഡിങ് അയാളുടെ കയ്യിലുണ്ട്. അതാണ് അവിടെ നിന്ന് വിറ്റ് നേരെ അല്ലയിലേക്ക് പോയി. വീണ്ടും അല്ലയിൽ പോയിട്ട് അവിടെ ഒരു ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇതുണ്ടാക്കി. അങ്ങനെ 2 പിക്കപ്പൊക്കെ വാങ്ങി കുറച്ച് കാലം അവിടെ
ചെയ്തു. നോക്കുമ്പോഴേക്ക് പിന്നെ അവിടുന്ന് വീണ്ടും തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ വരേണ്ടി വന്നു, ദുബൈയിലേക്ക് തന്നെ. 2 വർഷം കഴിയുമ്പോഴേ വന്ന് ദുബൈയിൽ ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ്, പ്ലംബിങ്, ഇങ്ങനെയുള്ള മെയിൻ്റനൻസ്, ബിൽഡിംഗ് മെയിൻ്റനൻസ്, കോൺട്രാക്ടിങ്, അല്ലാത്ത കമ്പനീൻ്റെ എല്ലാം കോൺട്രാക്ടിങ്ങൾ എടുത്തു. 2 വർഷം അത് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അത് ബോംബെയിലെ കൺസ്ട്രക്ഷൻ മേഖലയിൽ നിന്ന് ഒരു എക്സ്പീരിയൻസ് അവിടുത്തെ കണ്ടു പഠിച്ചു. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അത് കുറച്ച് നാള് അത് കുറച്ച് നാൾ അങ്ങനെ ചെയ്തു. പിന്നെ രണ്ടാമത് വീണ്ടും ദുബായിൽ അന്ന് ബൂമിംഗ് ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ രംഗത്ത് വളരെയധികം മുന്നോട്ട് പോയി. ഒന്നും ഉണ്ടായിരുന്നില്ല, നമ്മൾ നിന്റെ മുമ്പിൽ നിന്നാണല്ലോ ദുബൈ തന്നെ ഉണ്ടാവുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്കും ഫുൾ ഒരു മരുഭൂമിയായിരുന്നു, റോഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അവിടെ അവർ പോയപ്പോൾ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കറണ്ട് ഇല്ല എന്ന് പറഞ്ഞ് പ്രശ്നമില്ല, അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയുള്ള ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ജനറേറ്റർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങൾ കട, ആദ്യം ഗ്രോസറി, ഒരു റെസ്റ്റോറൻറ്റ്, ഇതൊക്കെ ആയിട്ട് ആ അലി മൂസയിൽ ചെറിയ രീതിയിൽ തുടങ്ങി. അപ്പോൾ അന്ന് ഈ സജ്ജയിലേക്ക് വരുവാൻ കാരണം ഇവിടെ വികസനം നടക്കും, ഇവിടെ ഇൻഡസ്ട്രിയൽ ഹബ്ബ് ഉണ്ടാവും, വളരെ ഡെവലപ്മെന്റ്സിന് സാധ്യത ഉണ്ട് എന്ന് സമദ്ക്കാർക്ക് എങ്ങനെയാണ് മനസ്സിലായത്? അത് എനിക്ക് 10ാം നമ്പർ സനയിൽ എനിക്കൊരു ഗ്രോസറി ഉണ്ടായിരുന്നു, ലോനാർ ഗ്രോസറി. ഞാനും എൻ്റെ അനുജന്മാരൊക്കെ ആയിട്ട് അവിടെ ഒരു ഗ്രോസറി വന്നു. അപ്പോൾ അവിടുത്തെ അറബി പെട്ടെന്ന് അവിടുന്ന് കാലിയാക്കാൻ പറഞ്ഞു. പിന്നെ ഇത് പൊളിച്ചിട്ട് എനിക്ക് വലിയ ബിൽഡിംഗ് ആക്കേണ്ടതുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വേറെ സ്ഥലം നോക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ബന്ധാക്കുന്ന സമയത്ത് സാധാരണ നമ്മുടെ അവിടെ ഭക്ഷണം സാധനമൊക്കെ വാങ്ങാൻ വരുന്ന ഒരു ബലൂച്ചിയുണ്ട്, പാകിസ്ഥാൻ. അയാൾ പറഞ്ഞ സജാദ് പറഞ്ഞൊരു ഇൻഡസ്ട്രിയൽ ഏരിയ തുടങ്ങിയിട്ടുണ്ട്, അവിടേക്ക് ആൾക്കാരൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്, നല്ല സ്ഥലമാണ് മറ്റന്നൊക്കെ പറഞ്ഞ് അയാളെ കൂടെ ഒരു പ്രാവശ്യം നോക്കാൻ ഇങ്ങോട്ട് വന്നതാണ്. പക്ഷെ നമുക്ക് ഒരു വാതിൽ നമുക്ക് അടയ്ക്കുമ്പോൾ പടച്ച തമ്പുരാൻ 1000 വാതിൽ തുറന്നു തരും എന്നുള്ള ഒരു കാര്യമുണ്ട്. അവിടുത്തെ ആ ഷോപ്പ് അടച്ചു കഴിഞ്ഞപ്പോൾ അതിന് പകരമായി നമുക്ക് കിട്ടിയത് അൽഹംദുലില്ലാഹ്, തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ എല്ലാം മതിയാക്കി പോയിട്ട് വീണ്ടും തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. എല്ലാം മതിയായി പോയി നാട്ടിൽ പോയിട്ട് ഒരു കമ്പനി തുടങ്ങിയിരുന്നു, ഒരു ഡിസയർ പോപ്കോൺ എന്ന് പറഞ്ഞൊരു കമ്പനി എറണാകുളത്ത്. ചെറുവത്തൂർ തുടങ്ങി, അതിൻ്റെ ബ്രാഞ്ച് എറണാകുളത്ത് തൊട്ട്. അപ്പം അതിൻ്റെ സാധനം റോ മെറ്റീരിയൽസ് കിട്ടാതായപ്പോൾ വേണ്ട രീതിയിൽ വിജയിച്ചില്ല. അതുകൊണ്ട് വിജയിച്ചില്ല. അത് കഴിഞ്ഞ ഉടനെ പിന്നെ വിചാരിച്ചു വീണ്ടും ഇങ്ങോട്ടേക്ക് ഒരു രണ്ടാം വരവ്. ഇല്ല, ഞാൻ മലേഷ്യ പോയി. അതിനുശേഷം മലേഷ്യയിൽ ബിസിനസ് അന്വേഷിച്ച് പോയി. മലേഷ്യ മൊത്തം കറങ്ങി, എല്ലാ സ്ഥലത്തും പോയി. മലേഷ്യയിലെ അവിടുത്തെ ഭരിക്കുന്ന സുൽത്താനെ അടക്കം കണ്ടിട്ട് വന്നു, വെറുതെ ഒന്ന് കറങ്ങിയിട്ട്. ബിസിനസിന്റെ സാധ്യതകൾ അവിടെ നിന്ന് പഠിക്കാതെ. പക്ഷെ നമുക്ക് അവിടെ ശരിയാവുന്നില്ല, അവിടുത്തെ ഭാഷയായിട്ട് നമുക്ക് യോജിച്ചു പോകാൻ പ്രയാസമാണ്. അതുകൊണ്ട് വേറെ തിരിച്ച് വീണ്ടും വന്ന് ഇവിടത്തേക്ക് വീണ്ടും വന്നപ്പോൾ നമ്മളെ മൂത്ത മരുമകൻ പറഞ്ഞു, ഇസ്മായിൽ, ഇപ്പോൾ ഇതിലുള്ള എൻ്റെ ഇസ്മായിൽ സുലൈമാൻ മൂത്ത മരുമകൻ. ഇത് രണ്ടാമത്തെ മരുമകൻ്റെ പേര് തമീൻ, നമ്മുടെ ഇവിടുത്തെ പൂക്കോയ തങ്ങളെ അമ്മാമ്മൻ്റെ മകനാണ്. ഈ ഇളയ മരുമകൻ അവിടെയായിരുന്നു, നാട്ടിലായിരുന്നു. മുമ്പ് ഇവിടെ H&Mലൊക്കെ വർക്ക് ചെയ്തതാണ്. പിന്നെ നാട്ടിൽ പോയി. അങ്ങനെ നാട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞു ഇവിടെ ഇങ്ങനെ പരിപാടി തുടങ്ങാൻ നമുക്ക് ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ വന്നതാണ് ഈ മരുമകൻ. അങ്ങനെയാണ് റുക്കൻ അൽ സജ്ജയുടെ തുടക്കം. അങ്ങനെയാണ് ഇവിടെ ഷാർജയിൽ ആദ്യമായിട്ടുള്ള ഒരു സംരംഭമാണിത്. നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റൊക്കെ പോകാനുള്ള വന്ന് ഒരു പെട്ടി വാങ്ങി അതിലുള്ള എല്ലാം ഉണ്ട്, പെട്ടിയുണ്ട്, എല്ലാം ഉണ്ട്. അത് മെയിനായിട്ട് ഇങ്ങനെ ഒരു കാര്യം, ഇവിടെ ഒരു ബിസിനസ് സാധ്യത നമ്മൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇവിടെ ഒരു ലേബേഴ്സിന്റെ ക്യാമ്പാണ്. ലേബേഴ്സ് ക്യാമ്പ് ശരിക്കും കൂടുതൽ ആൾക്കാർ നാട്ടിലേക്ക് പോകുമ്പോൾ അവർക്ക് തീർച്ചയായും വന്ന് യഥേഷ്ടം പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നല്ല സ്പേസും അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ സാധാരണക്കാരെ ലക്ഷ്യമിട്ടിട്ടാണ് ഇങ്ങനെ ഒരു ബിസിനസ്. തീർച്ചയായിട്ടും ഈ രാജ്യവും ഇവിടുത്തെ ഭരണാധികാരികളും ഇവിടുത്തെ സ്വദേശികളും സമദ്ക്കാരുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനിച്ചു? വളരെയധികം എന്ന് പറഞ്ഞാൽ 100% അവരെന്നെ സ്വാധീനം അവരെ ഇതിൽ തന്നെയാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നതും ഇതാക്കുന്നതും. കാരണം അവർ നമ്മളോട് ചെയ്തത് അത്രയും വലിയ ഇതാണ്. അവരോട് എത്ര പ്രാർത്ഥിച്ചാലും മതിയാവില്ല, അത്രയും. 14ാമത്തെ വയസ്സിൽ ജീവിതത്തിന്റെ യാത്ര തുടങ്ങിയ ഒരാളാണ്. കഴിഞ്ഞ 14ാം വയസ്സിൽ ഞാൻ അവിടെ നിന്ന് നാട് വിട്ടപ്പോൾ ബോംബെയിലേക്ക് എൻ്റെ ഹെഡ് മാഷ് ലെറ്റർ അയച്ചിരുന്നു, തിരിച്ചു വരണം, പഠിക്കണം എന്നൊക്കെ പറഞ്ഞു. അന്നത്തെ സാഹചര്യത്തിൽ ഞാൻ നന്നായി പഠിക്കുമായിരുന്നു, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തുടർന്ന് പഠിക്കാനുള്ള സാഹചര്യം അന്നത്തെ കാലത്തെ സാമ്പത്തിക ബുദ്ധിമുട്ട്. കാരണം ഉപ്പാടെ മരണശേഷം നമ്മുടെ കുടുംബത്തെ നിലനിർത്തിക്കൊണ്ട് ഉമ്മയാണ്. അതെ, ആ ഉമ്മ എത്രത്തോളമാണ്? വളരെയധികം. ഞാനിവിടെ വന്ന് എത്ര കഷ്ടപ്പെടുമ്പോഴും സമാധാനിപ്പിക്കുന്നത് ആകെ എൻ്റെ ഉമ്മയായിരുന്നു. അന്നും നീ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് പല പ്രാവശ്യം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും സഹായിക്കുന്നതും എല്ലാ വിധത്തിൽ വളരെയധികം. അതായത് എനിക്ക് വേണ്ടി 100% ഉമ്മാൻ്റെ പ്രാർത്ഥനയിൽ തന്നെയാണ് ഞാൻ ഇന്നും നിന്ന് പോകും. ഉമ്മ ഇപ്പം 3 വർഷമായി മരണപ്പെട്ടിട്ട്. അത് പോയതിന് ശേഷം എനിക്ക് പണ്ട് മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹ് പറഞ്ഞ പോലെ
സൂക്ഷിച്ച് നടക്കണം, ഇനി സൂക്ഷിച്ച് നടക്കണം. ഇനി ദ്വാരക്കാൻ ഉമ്മാന്റെ കൈകളില്ല എന്ന് പറഞ്ഞ പോലെ ആ ഒരു ഇതിൽ കാല് മുന്നോട്ട് വെക്കുന്നത് സൂക്ഷിക്കണം. അങ്ങനെ ഒരിതുണ്ടല്ലോ അല്ലേ, അതുപോലെ അതുപോലെയാണ്. കാരണം നമ്മൾ തികച്ച് നമ്മുടെ ആ ദ്വാ നമുക്കില്ല, ഒരു നഷ്ടപ്പെട്ടതുപോലെ നമുക്ക് എന്തോ ഒരു ധൈര്യം നമ്മുടെ ഉള്ളിൽ നിന്ന് ചോർന്നതുപോലെ. തീർച്ചയായിട്ടും അതെ. വിവാഹം കഴിച്ചിരിക്കുന്നത് ചെറുവത്തൂർ എന്നാണ്. നേരത്തെ ഞാൻ വിവാഹം കഴിച്ച ചെറുവത്തൂർ കൈതക്കാട്. അവിടെ തന്നെ വീടാക്കി ഞാൻ. പിന്നെ എന്റെ വൈഫിന്റെ പേര് മൈമൂന. കുട്ടികള് 3 പെണ്ണും 2 ആണുമാണ്. മൊത്തം 5 കുട്ടികളാണ്. മൂത്ത ആണിന്റെ പേര് മുഹമ്മദ്, മൂത്ത പെണ്ണാണ് റെയ്ഹാന. റെയ്ഹാനയുടെ ഹസ്ബൻഡാണ് ഇവിടെയുള്ള ഇസ്മായിൽ. അതെ അതെ. റെയ്ഹാനക്ക് 3 കുട്ടികളുണ്ട്. രണ്ടാമത്തെ മകനാണ് അവൻ. ഇവിടെ പിന്നെ മുഹമ്മദ് അബ്ദുൽ സമദ് ഗ്രോസറി, അവന്റെ പേരിൽ തന്നെ ഒരു ഗ്രോസറി ഉണ്ട്, മുഹമ്മദ് അബ്ദുൽ സമദ്. അവന്റെ പേരിൽ തന്നെ ലൈസൻസ് ആക്കിയിട്ട് അങ്ങനെ ഞാൻ അനുഭവിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അവന്റെ പേരിൽ തന്നെ ലൈസൻസ് ആക്കിയിട്ട് ഒരു ചെറിയ ഗ്രോസറി അൽഹംദുലില്ലാഹ് നന്നായിട്ട് പോകുന്നുണ്ട് അല്ലേ? അൽഹംദുലില്ലാഹ്. മൂന്നാമത്തെ മകള് അതിന്റെ ഹസ്ബൻഡാണ് തമീം. മൂന്നാമത്തെ മകളുടെ പേര് റംല. 4ാമത്തെ മകൻ ഫിർദൗസ്. അവൻ അവിടെ ഷറഫ് കോളേജിൽ പഠിക്കുകയാണ്, 2ാം വർഷം ഷറഫ് കോളേജിൽ. 5ാമത്തത് മകള് ഖദീജ, അവൾ അഫ്സലുൽ ഉലമ പഠിക്കുകയാണ്. ഈ മണ്ണിനൊരു പ്രത്യേകത ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ മണ്ണ് ഒരിക്കലും ഇഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നമ്മളെ തിരിച്ചുവിടില്ല. നമ്മളിനി പോയാൽ ഇവിടെ നിന്ന് നാട്ടിൽ പോയി സെറ്റിൽ ചെയ്യാൻ പോയാൽ ഞാൻ തിരിച്ചു വരേണ്ടി വന്നു. അത് ഈ മണ്ണിന്റെ ഒരു പ്രത്യേകത. ശരിയാണ്. ഇപ്പൊ അവസാനമായിട്ട് ഇനി എല്ലാം മതിയാക്കി മലേഷ്യയിലോ എവിടെയെങ്കിലും തീരുമാനിച്ചു പോയതാണ്. കഴിഞ്ഞ വർഷം ഞാൻ ഇവിടുന്ന് ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു പോയ ആളാണ് ഞാൻ. വീണ്ടും ഈ നാട്ടിലേക്ക്. ഈ മണ്ണിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഒരു വല്ലാതെ പ്രത്യേകതയുണ്ട്. പക്ഷെ വേറൊരു പ്രത്യേകം കൂടി ഉണ്ട് ഈ മണ്ണിന്. തോന്നിവാസം കളിക്കുന്നവർക്ക് ഈ മണ്ണ് തീരെ ശരിയാവില്ല. കാരണം അവര് തിരിച്ചു വരാനായിട്ട് അവർക്ക് ഇങ്ങോട്ട് പറ്റൂല. കഴിഞ്ഞുപോയ ഈ 35 വർഷത്തെ പ്രവാസ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പൊ എന്ത് തോന്നുന്നു മനസ്സിൽ? പൊതുവെ സംതൃപ്തി, അൽഹംദുലില്ലാ. ആരെയും ദ്രോഹിക്കാതെ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറി ജീവിക്കാൻ എല്ലാം ആരോഗ്യകരമായിരുന്നു അൽഹംദുലില്ലാ. ഇതുവരെ ജീവിതം എന്ന് പറയുന്ന വലിയൊരു യാത്രയാണ്. നമ്മുടെ ടൈറ്റിലിൽ പറയുന്ന പോലെ സഫലമീ യാത്ര. ഈ യാത്ര സഫലമാണോ ഇതുവരെ? സഫലം, അൽഹംദുലില്ലാ സഫലം തന്നെ. 100%. മുന്നോട്ടുള്ള യാത്രയും ഒരുപാട് സഫലമാകട്ടെ എന്ന് പടച്ച തമ്പുരാനോട് ദുആ ചെയ്യുന്നു. ഈ തിരക്കേറിയ സമയത്ത് ഇങ്ങനെ ഒരു അഭിമുഖം അനുഭവിച്ചു തന്നെ. അസ്സലാമു അലൈക്കും. വറഹ്മത്തുള്ളാഹി വബറകാതുഹു.